നിർണായകമായ സമുദ്രപാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന്മേൽ തങ്ങൾക്കുള്ള ആധിപത്യം വെറും സൈനിക ശക്തി പ്രകടനം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു വരുമാന സ്രോതസ് കൂടിയാണെന്ന പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിയൻ സൈനിക വക്താവ് മുഹമ്മദ് അക്രമിനിയ നടത്തിയ പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം വഴി ഇറാൻ ലക്ഷ്യമിടുന്നത് എണ്ണ കയറ്റുമതിയേക്കാൾ വലിയ സാമ്പത്തിക ലാഭമാണെന്ന വെളിപ്പെടുത്തൽ ആഗോള വിപണിയെയും വൻ ശക്തികളെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നു. നിലവിൽ പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളും ഇതിനെ തുടർന്ന് അമേരിക്കൻ ഇടപെടലുകളും ശക്തമായ സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ നീക്കം. തങ്ങളുടെ പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ശത്രു രാജ്യങ്ങളെ സാമ്പത്തികമായി തളർത്തുക എന്ന തന്ത്രമാണ് ടെഹ്റാൻ ഇപ്പോൾ പയറ്റുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലൂടെ ലോകത്തെ എണ്ണ വിതരണ ശൃംഖലയുടെ താക്കോൽ തങ്ങളുടെ കയ്യിലാണെന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടണമെന്ന ഇറാന്റെ പ്രഖ്യാപനം ആഗോള ഊർജ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന ഈ പാത തടസ്സപ്പെടുന്നത് ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന്റെ നാവിക സാന്നിധ്യം ഈ മേഖലയിൽ ശക്തമാകുന്നതോടെ അമേരിക്കയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിലെ തങ്ങളുടെ സൈനിക താവളങ്ങൾ പുനരുദ്ധരിക്കാനോ വികസിപ്പിക്കാനോ കഴിയാത്ത സാഹചര്യം സംജാതമാകുമെന്ന് മുഹമ്മദ് അക്രമിനിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൈനികമായ മേധാവിത്വത്തിനപ്പുറം ഈ കടലിടുക്കിനെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സാക്കി മാറ്റാനാണ് ഇറാന്റെ നീക്കം. കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലൂടെ എണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുന്നതിനേക്കാൾ വലിയ തുക ഖജനാവിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു. ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാന് വലിയ കരുത്തു പകരും. ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം കാലിൽ നിൽക്കാൻ ഇറാന് ലഭിക്കുന്ന വലിയൊരു അവസരമായി ഇതിനെ കാണാം. അമേരിക്കയുടെയും നാറ്റോ സഖ്യത്തിന്റെയും പശ്ചിമേഷ്യൻ സ്വാധീനത്തെ നേരിടാൻ ഇറാൻ സ്വീകരിക്കുന്ന ഈ തന്ത്രം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഗൾഫ് മേഖലയിലെ അറബ് രാഷ്ട്രങ്ങളും ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കൻ സൈനിക സാന്നിധ്യം കുറയുന്നത് മേഖലയിലെ അധികാര സമവാക്യങ്ങൾ അട്ടിമറിക്കപ്പെടാൻ കാരണമായേക്കാം. ഇറാന്റെ നാവികസേന ഹോർമൂസിൽ നിലയുറപ്പിക്കുന്നത് സുരക്ഷാ വെല്ലുവിളിയായിട്ടാണ് വാഷിംഗ്ടൺ കാണുന്നത്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾക്ക് മറുപടിയായി കപ്പലുകൾ തടയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പാശ്ചാത്യ ലോകം വാദിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏത് പരിധിവരെയും പോകുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് കർശന വിലക്ക് ഏർപ്പെടുത്തിയത് ആ രാജ്യത്തിന്റെ വ്യാപാരത്തെ നേരിട്ട് ബാധിക്കും. ചെങ്കടലിലെ ഹൂത്തി ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമൂസ് കൂടി അശാന്തമാകുന്നത് ആഗോള ചരക്ക് നീക്കത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയേക്കാം. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്ക നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇറാന്റെ കടുത്ത നിലപാടുകൾ അതിന് തടസ്സമാകുന്നു. മേഖലയിലെ സൈനിക താവളങ്ങൾ സംരക്ഷിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്നാൽ ഇറാന്റെ മിസൈൽ ശേഷിയും നാവിക കരുത്തും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് പോലും ഭീഷണിയാകുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. ഇത് പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇറാന്റെ ഈ സാമ്പത്തിക യുദ്ധതന്ത്രം റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എങ്ങനെ വീക്ഷിക്കുന്നു എന്നത് പ്രധാനമാണ്. അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഇവർക്ക് ഇറാന്റെ നീക്കങ്ങൾ ചിലപ്പോൾ അനുകൂലമായി ഭവിച്ചേക്കാം. എണ്ണ ഇതര വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിലൂടെ ഇറാൻ ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഉപരോധങ്ങൾ കൊണ്ട് തങ്ങളെ തളർത്താൻ കഴിയില്ലെന്നും മറിച്ച് തിരിച്ചടിക്കാൻ തങ്ങൾക്ക് പുതിയ വഴികൾ അറിയാമെന്നും ടെഹ്റാൻ തെളിയിക്കുന്നു. സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരു രാജ്യമല്ല, മറിച്ച് ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള സാമ്പത്തിക ശക്തിയായി വളരാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ഹോർമൂസ് ടോൾ വരുമാനം ഇരട്ടിയാക്കുന്നതിലൂടെ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സൈനിക നവീകരണത്തിനും ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ അവർക്ക് സാധിക്കും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇറാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും മേഖലയിലെ അനിഷേധ്യ ശക്തിയായി അവരെ മാറ്റുകയും ചെയ്യും. എന്നാൽ ഈ നീക്കം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇറാന്റെ ഒറ്റപ്പെടലിന് കാരണമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സുരക്ഷ അപകടത്തിലാകുന്നത് ഏഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയും ഒരുപോലെ ബാധിക്കും. ചൈനയും ഇന്ത്യയും പോലുള്ള വലിയ ഇറക്കുമതി രാജ്യങ്ങൾ
ഇറാന്റെ ഈ നിലപാടിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ശത്രുക്കളെ പ്രതിരോധിക്കാൻ ഇതിലും മികച്ചൊരു ആയുധം ഇറാന്റെ പക്കലില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ സൈനിക വിന്യാസത്തെ തടയുന്നതിലൂടെ ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ഇറാന് സാധിക്കും. ഇത് മേഖലയിലെ ഇസ്രയേൽ വിരുദ്ധ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും. ഇറാന്റെ നാവിക സാന്നിധ്യം കാരണം US വിമാനവാഹിനി കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നത് കൂടുതൽ അപകടകരമായി മാറിയിരിക്കുന്നു. ഇത് പ്രതിരോധ മേഖലയിൽ ഇറാന് ലഭിച്ച വലിയൊരു മനഃശാസ്ത്രപരമായ വിജയം കൂടിയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ഇറാന്റെ പുതിയ സാമ്പത്തിക സൈനിക തന്ത്രങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് വലിയൊരു തിരിച്ചടിയായിരിക്കും. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ മേഖലയിലെ അടുത്ത നീക്കങ്ങളിലേക്കാണ്. ഹോർമൂസ് കടലിടുക്കിൽ നിന്നുയരുന്ന പടയൊരുക്കത്തിന്റെ ശബ്ദം വെറും യുദ്ധകാഹളമല്ല, മറിച്ച് പുതിയൊരു ലോകക്രമത്തിന്റെ സൂചന കൂടിയാണ്. സമാധാനപരമായ ഒരു ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറാകുമോ, അതോ തങ്ങളുടെ കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കും. എണ്ണവിലയിലെ മാറ്റങ്ങൾ ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ സാമ്പത്തിക വിദഗ്ധരും ഈ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇറാന്റെ പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളല്ലെന്നും അവ നടപ്പിലാക്കാൻ ആവശ്യമായ സൈനിക സജ്ജീകരണങ്ങൾ അവർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് എന്നത് കേവലം ഒരു ജലപാത മാത്രമല്ല, മറിച്ച് ഇറാന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അതിജീവനത്തിന്റെ അടയാളമാണ്. വാക്കുകൾ ഇറാന്റെ ആത്മവിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് ഇപ്പോൾ ഇറാന്റെ കൈകളിലെ താക്കോലായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ലോകം വലിയൊരു ഊർജ പ്രതിസന്ധിയിലേക്കും യുദ്ധത്തിലേക്കും നീങ്ങാൻ ഈ സാഹചര്യം കാരണമായേക്കാം. ഇറാന്റെ ഓരോ നീക്കവും ലോകത്തെ നടുക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ സാമ്പത്തികമായി ലോകത്തെ വെല്ലുവിളിക്കുന്ന ഇറാന്റെ പുതിയ തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. വൻ ശക്തികളുടെ കളിസ്ഥലമായിരുന്ന പശ്ചിമേഷ്യയിൽ ഇനി ഇറാന്റെ നിയമങ്ങൾ നടപ്പിലാകുമോ എന്ന ചോദ്യത്തിന് ഹോർമൂസ് കടലിടുക്ക് വരും ദിവസങ്ങളിൽ ഉത്തരം നൽകും.